എല്ലാവരും ഞാൻ ഒരു പ്രാവശ്യം സ്വാഗതം ചെയ്യുന്നു. മാക്ലേൺ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. സിംപ്ലിഫൈങ് ക്രിപ്റ്റോ ആൻഡ് ഫോറക്സ് ട്രേഡിംഗ്, ഫോറക്സ് ആൻഡ് ക്രിപ്റ്റോ ട്രേഡിങ്ങിനെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. എന്താണ് മാക്ലേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് അൽഫക്വസ്റ്റ് എന്ന് പറയുന്ന UK ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ് മാക്ലേൺ എന്ന് പറയുന്നത്. മാക്ലേൺ കൊണ്ട് എയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിപ്റ്റോ കറൻസിയും ഫോറക്സ് ട്രേഡിംഗിലും ഒരു ഗെയിമിഫിക്കേഷൻ എഫക്റ്റോട് കൂടി ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ട്യൂട്ടോറിയൽസ്, റിസ്ക് ഫ്രീ ഡെമോ ട്രേഡിംഗ്, അതേപോലെ തന്നെ അതിൽ കൂടി ആ പ്രോഗ്രാം അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് മാക്ലേൺ ചെയ്യുന്നത്. അതിന്റെ കീ ഫീച്ചേഴ്സ് ഇതാണ്: എഡ്യൂക്കേഷൻ ട്യൂട്ടോറിയൽ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ലെസൺസ് ഓൺ ക്രിപ്റ്റോ ട്രേഡിംഗിലും ഫോറക്സ് ട്രേഡിംഗിലും ഉള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ലെസൺസ് ഉണ്ടാവും. നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ട്രേഡ് പ്രാക്ടീസ് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും. ആ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതിൽ കൂടി നമുക്ക് ഡെമോ കോയിൻസ് ഏൺ ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനത്തെ ഒരു ഗെയിമിഫിക്കേഷൻ എഫക്റ്റ് അതിനകത്ത് കൊണ്ടുവരുന്നു. അതിന്റെ കൂടെ തന്നെ ഈ പ്രോഗ്രാം നമുക്ക് മറ്റുള്ള ആളുകളിലേക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് ആ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന്റെ അഫിലിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന്റെ ഒരു റിവാർഡ്സും ഇൻകവും ഒക്കെ നമുക്ക് ഏൺ ചെയ്യാം. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി മാർക്കറ്റുമായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ഡേ ടു ഡേ നമുക്ക് അതിന്റെ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. മാർക്കറ്റ് അൽഫക്വസ്റ്റിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ഏതൊക്കെ രീതിയിൽ വരുമാനം ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രേഡിംഗ് പഠിച്ചിട്ട് നമുക്ക് നമ്മുടെ ട്രേഡിങ്ങിന്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം. സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് റിയൽ ആയിട്ട് ട്രേഡ് ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ആ ട്രേഡ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അഫിലിയേഷൻ ചെയ്തുകൊണ്ട് ഈ പറയുന്ന ട്രേഡ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാന്നുള്ള കാര്യങ്ങളും നമ്മൾ പഠിച്ച കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് അതിൽ കൂടി ഒരു അഫിലിയേറ്റ് ഏർണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് കൂടാതെ നമ്മൾ പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ ആ സമ്പാദിച്ച പണത്തിനെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല സ്ട്രാറ്റജിക് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ അസറ്റിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് അസറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം. അങ്ങനെ 3 തരത്തിലാണ് നമുക്ക് ഇതിനകത്തോടി ലോങ് ടേമിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ വാട്ട് ഈസ് ക്രിപ്റ്റോ കറൻസി? അതിന് മെയിനായി പ്രധാനമായിട്ട് നമുക്ക് ക്രിപ്റ്റോ കറൻസിയിലേക്ക് തന്നെ നടക്കാം. എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഒരു ഡിജിറ്റൽ കറൻസിയാണ്. ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ കറൻസിയാണ്, അല്ലെങ്കിൽ വെർച്വൽ കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ക്രിപ്റ്റോഗ്രാഫി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അതിനെ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ആ ഒരു ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഡിജിറ്റൽ രൂപത്തിലുള്ള ആ ട്രാൻസാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നായതുകൊണ്ടാണ് അതിന് ക്രിപ്റ്റോ കറൻസി എന്ന് യൂസ് ചെയ്യുന്ന. കാര്യം ക്രിപ്റ്റോഗ്രഫിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. ആ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ ഓരോ ബ്ലോക്ക് ചെയിനിലും ട്രാൻസാക്ഷൻ നടത്തുന്നതിനായിട്ടുള്ള ഒരു യുണീക് കോഡിനെയാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞാൽ ബിറ്റ് കോയിൻ, എത്തേറിയം, ബിനാൻസ് കോയിൻ തുടങ്ങിയതൊക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ഇങ്ങനെ ഒരുപാട് ക്രിപ്റ്റോ കറൻസീസ് നമുക്ക് ഇന്ന് ലോകത്തുണ്ട്. ഇന്നിപ്പോ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു സ്ലൈഡ് ഇട്ടിട്ടുണ്ട്. ഈവൻ UPSC എക്സാമിനേഷനിൽ പോലും എന്താ പറയുക, ക്രിപ്റ്റോ കറൻസി എന്താണെന്ന്, അത് ഗ്ലോബൽ സൊസൈറ്റി എങ്ങനെ എഫക്ട് ചെയ്യും, ഇന്ത്യൻ സൊസൈറ്റി എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മേജർ ആയിട്ടുള്ള പല യൂണിവേഴ്സിറ്റീസിലും ബ്ലോക്ക് ചെയിനെ കുറിച്ചുള്ള പഠനങ്ങൾ വരുന്നു, ക്രിപ്റ്റോ കറൻസീസിനെ കുറിച്ചുള്ള പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ക്രിപ്റ്റോ കറൻസി വേൾഡ് വൈഡ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈവൻ റഷ്യയും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഓയിൽ ട്രേഡ്സ് ക്രിപ്റ്റോ കറൻസി വെച്ച് പേയ്മെന്റ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ വരെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ട് ക്രിപ്റ്റോ കറൻസീസിനെ കാണുന്നു. അതിനെ ഒരു അസറ്റ് ആയിട്ട്, ഒരു കറൻസി എന്നുള്ള രൂപത്തിലല്ലാതെ ഒരു അസറ്റ് ആയിട്ട് അതിനെ കാണുന്നു. അതിന് നമുക്ക് ഒരു ഷെയർ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ അതിനകത്ത് ടാക്സേഷനും സിസ്റ്റംസും എല്ലാം ഗവൺമെന്റ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അതിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വരുന്ന ഒരു ഷെയർ മാർക്കറ്റ് പോലെ തന്നെ അപ്കമിങ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിട്ട് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റും വരുന്നു. ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഹൈലി വോളറ്റൈൽ മാർക്കറ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു കാലത്ത് ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ കുറെ റെഗുലേഷൻസ് ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഓരോ ഷെയറിന്റെ വില എങ്ങോട്ട് വേണേലും പോകാം, ഏതറ്റം വേണേലും പോകാം, ഏതറ്റം വരെ വേണേലും താഴുകയും ചെയ്യാം. അവിടെ ആ ഒരു ഫ്ലക്ച്വേഷൻ ഉള്ളപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയുമെങ്കിലും ഭയങ്കരമായ ഓപ്പർച്യൂണിറ്റീസ് ആണ് അവിടെ ഉള്ളത്. അതായത് വളരെ ചുരുങ്ങിയ വിലയ്ക്ക് വാങ്ങാനും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലെവലിലേക്ക് അത് വിൽക്കാനുമുള്ള ഒരുപാട് സാധ്യതകൾ അതിനകത്തുണ്ട്. അപ്പൊ ഇതിനകത്ത് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിന്റെ ക്യാപിറ്റലൈസേഷൻ, ട്രേഡിംഗ് വോളിയം, ലിക്വിഡിറ്റി, ഇതൊക്കെയാണ് അതിന്റെ ഒരു കീ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ മേജർ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളുണ്ട്. ബിനാൻസ്, കോയിൻ ബേസ്, ബിറ്റ്ഗെറ്റ് തുടങ്ങിയിട്ടുള്ള എക്സ്ചേഞ്ചുകളുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഗ്ലോബൽ മാർക്കറ്റാണ്.
ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്ലോബൽ മാർക്കറ്റ്. ഇവിടെ നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് പല തരത്തിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതായത് ഡേ ട്രേഡിംഗ് ചെയ്യാം, ഷോർട്ട് ടേം ട്രേഡ്സ്. ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് പല വട്ടം ട്രേഡ് ചെയ്ത് നമുക്ക് പണം ഉണ്ടാക്കാം. ചെറിയൊരു വില കുറയുമ്പോൾ മേടിക്കുന്നു, വില കൂടുമ്പോൾ വിൽക്കുന്നു, വീണ്ടും വില കുറയുമ്പോൾ മേടിക്കുന്നു, വില കൂടുമ്പോൾ വിൽക്കുന്നു. അങ്ങനെ ഡേ ട്രേഡ്സ് ചെയ്യാം, സ്വിംഗ് ട്രേഡ്സ് ചെയ്യാം. അതായത് നമ്മളൊരു വില കൂടുമ്പോൾ മേടിച്ചിട്ട് നമ്മൾ കുറച്ച് ആഴ്ചകൾ വെയിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ദിവസങ്ങളോ ആഴ്ചകളോ വെയിറ്റ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് വരുമ്പോൾ വിൽക്കുന്ന രീതിയിലുള്ള സ്വിംഗ് ട്രേഡ്സ് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ സ്കാൽപ്പിംഗ് ചെയ്യാം. ചെറിയ ചെറിയ പ്രോഫിറ്റ് വരുമ്പോൾ കട്ട് ചെയ്ത് നമ്പർ ഓഫ് ട്രേഡ്സ് കൂടുതൽ എടുത്തുകൊണ്ട് സ്കാൽപ്പിംഗ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ സാധിക്കും. ഇത് കൂടാതെ ഒരു ഇൻവെസ്റ്റർ മെത്തേഡിൽ ഹോൾഡ് ചെയ്യാം. വലിയ എമൗണ്ട് നമ്മുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ എമൗണ്ടിൽ കോയിൻസ് മേടിച്ചിട്ട് നമുക്ക് ഹോൾഡ് ചെയ്ത് ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്ക് വലിയ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്ന രീതിയിൽ ഹോൾഡ് ചെയ്യാം. ഇത് കൂടാതെ നമ്മുടെ അടുത്തുള്ള കോയിൻസ് നമുക്ക് സ്റ്റേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഫാം ചെയ്ത് നമുക്ക് അതിനകത്തുകൂടി റിവാർഡ്സ് ഉണ്ടാകും. എസ്പെഷ്യലി ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യുന്ന കോയിൻസ്, വെറുതെ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചോണ്ടിരിക്കുന്ന നേരത്ത് നമുക്ക് ആ ഹോൾഡ് ചെയ്യുന്ന കോയിൻസിനെ തന്നെ നമുക്ക് സ്റ്റേക്ക് ചെയ്യാം. സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ പ്രോജക്റ്റിലേക്ക് അത് യൂസ് ചെയ്യുക. ആ പ്രോജക്റ്റിൽ നിന്നുള്ള പ്രോഫിറ്റിന്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ കോയിന്റെ എണ്ണം മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. നമ്മുടെ അടുത്തുള്ള കോയിൻസ് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കാനുള്ള സംവിധാനം. ഇങ്ങനെ പല രീതിയിലാണ് ക്രിപ്റ്റോ കറൻസിയിൽ കൂടി നമുക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള മെത്തേഡ് ഉള്ളത്. അപ്പോൾ ഈ മെത്തേഡുകളെല്ലാം നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലും ട്രേഡ് ചെയ്ത് ഇതിനകത്തൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. നമുക്കൊരു അഡീഷണൽ ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഈ ക്രിപ്റ്റോ കറൻസികളുടെ അഡ്വാൻറ്റേജ് മറ്റേ നമുക്ക് ഷെയർ മാർക്കറ്റ് ഉണ്ട്, കമ്മോഡിറ്റി മാർക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റ് ഉണ്ട്. പക്ഷെ അതിനെക്കാട്ടിലൊക്കെ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ 24/7 മാർക്കറ്റാണ്. എന്ന് വെച്ചാൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ മുടക്കൊന്നുമില്ല. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 3:30 വരെയാണ് ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് ഉള്ളത്. അതേസമയം ഇതിനങ്ങോട്ട് ലിമിറ്റേഷൻ ഒന്നുമില്ല. ഇത് ഫുൾ ടൈം ഓപ്പറേറ്റ് ചെയ്യാണ്. 24 hours 365 days ഓപ്പറേറ്റ്, നോൺ സ്റ്റോപ്പ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ്. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താ? ഒരു പാർട്ട് ടൈമർക്ക് അവരവരുടെ ജോലിയൊക്കെ ചെയ്ത് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ, രാത്രി സമയങ്ങളിലൊക്കെ നമുക്കത് ട്രേഡ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു ഡിജിറ്റലി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന കാരണം നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഇതിന്റെ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഹലോ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു മൊബൈൽ ഫോണിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയത്ത് നമുക്ക് മോണിറ്റർ ചെയ്യാം. നമ്മൾ ഇവിടെ ഒരു ജോലി ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊബൈൽ എടുത്ത് നോക്കാം, പ്രൈസുകൾ നമുക്ക് അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യലൊക്കെ ഏത് സമയത്തും നമുക്ക് ചെയ്യാം, ഫ്രീ ടൈമിൽ ചെയ്യാം. ഇതൊക്കെ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ലിക്വിഡിറ്റി. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഏത് സെക്കൻഡിൽ വേണമെങ്കിലും നമുക്ക് വിറ്റിട്ട് പുറത്ത് നടക്കാം. ഇപ്പൊ നമ്മളിപ്പോ ഒരു റിയൽ എസ്റ്റേറ്റ് മേടിച്ചിട്ടാണ്, നമ്മൾ സ്ഥലം മേടിച്ചിട്ടാണ്. സ്ഥലം മേടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലം വിൽക്കണമെന്നുണ്ടെങ്കിൽ ശരിയായ ഒരു ബയ്യർ നമ്മുടെ അടുത്ത് വന്ന് അങ്ങനെ അതിനുവേണ്ടി ബയ്യറെ നമ്മൾ അന്വേഷിച്ച് നടന്ന് ബയ്യറൊക്കെ കൃത്യമായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഷെയർസ് ആണെങ്കിലും അതിനുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഇന്ന് ഷെയർസ് എല്ലാം ഡിമാറ്റഡ് ഫോമിലാണ്. അത് കാരണം നമുക്ക് വിൽക്കണമെന്ന് ആ നിമിഷത്തിൽ ലാഭത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും അതേ സെക്കൻഡ് നമുക്ക് വിൽക്കാൻ പറ്റും. അതാണ് അതിന്റെ ലിക്വിഡിറ്റി. പക്ഷെ ഷെയർ മാർക്കറ്റിനൊക്കെ നേരത്തെ പറഞ്ഞ ലിമിറ്റേഷൻ ഉണ്ട്. ശനിയാഴ്ച ഞായറാഴ്ച നമുക്ക് വിൽക്കാൻ പറ്റില്ല. രാവിലെ 9 തൊട്ട് 3:30 വരെയുള്ള സമയത്ത് മാത്രമേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമ്മുടെ കയ്യിരിക്കുന്ന അസറ്റ് ഏത് സമയത്ത് വേണമെങ്കിലും ഏത് മുഹൂർത്തത്തിൽ വേണമെങ്കിലും നമുക്കത് വിറ്റ് ഇമ്മീഡിയറ്റ്ലി നമുക്ക് അതിനെ ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആണ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കമ്പാരിറ്റീവ്ലി നെഗ്ലിജിബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ കോസ്റ്റ് ആണ്. ബാക്കിയുള്ള ബാങ്കിങ് സിസ്റ്റംസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മണി ട്രാൻസ്ഫറിന് വേണ്ടി നമുക്ക് വരുന്ന ചെലവുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നിസ്സാരമായിട്ടുള്ള ചെലവുകളാണ്. ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഡീസെൻട്രലൈസേഷൻ. അതായത് ഒരു തേർഡ് പാർട്ടിയും ഇല്ല ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്രിപ്റ്റോ കറൻസീസിനെ നമുക്ക് സെൻട്രലൈസ്ഡ് ആയിട്ടും ഡീസെൻട്രലൈസ്ഡ് ആയിട്ടും ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ വാലറ്റിനകത്ത് ഇരിക്കുന്ന സാധനത്തിനെ നമുക്കല്ലാതെ വേറൊരാൾക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ കയ്യിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ രൂപ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ സാധനം എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ബാങ്കിന് സാധിക്കും. ബാങ്കിന് നമുക്കത് തരണോ തരണ്ടേ എന്ന് തീരുമാനിക്കാൻ ബാങ്കിന് സാധിക്കും. അല്ലെങ്കിൽ ബാങ്കിനെ മോണിറ്റർ ചെയ്യുന്ന ഗവൺമെന്റിന് വേണമെങ്കിൽ ചെയ്യാം, അത് കൊടുക്കണ്ടെന്ന് തീരുമാനിക്കാൻ സാധിക്കും, അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ പറ്റും. ബട്ട് ക്രിപ്റ്റോ കറൻസീസിന് ഏറ്റവും വലിയ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനത്തെ യാതൊന്നും സംഭവമല്ല. കാരണം അതിന്റെ പൂർണ്ണമായ അതോറിറ്റി നമ്മൾ തന്നെയാണ്. നമ്മുടെ വാലറ്റിന്റെ അതോറിറ്റി നമ്മൾ തന്നെയാണ്. നമ്മുടെ സിഗ്നേച്ചർ കൊണ്ട് മാത്രമേ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരാൾക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മുടെ സിഗ്നേച്ചർ കൊടുക്കാത്തടത്തോളം കാലം ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഒരു തേർഡ് പാർട്ടി കൺട്രോൾ അതിന്റെ മുകളിൽ ഇല്ല.
പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗ്ലോബൽ ആക്സസിബിലിറ്റി ആണ്. ഇത് ഇന്റർനെറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇന്ന സ്ഥലത്ത് എവിടൊക്കെ ഇന്റർനെറ്റ് ഉണ്ടോ അവിടെ ഒക്കെ വെച്ച് നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അറ്റ് എനി ടൈം നമ്മൾക്ക് ട്രേഡ് ചെയ്യാനും പൈസ ഉണ്ടാക്കാനും ആ പൈസ ലിക്വിഡേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സാധ്യതയുള്ള ഒരു മേഖലയാണ് ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇതിനകത്ത് ട്രേഡിങ്ങും ഹോൾഡിങ്ങിന്റെ ഒക്കെ ഒരു ചെറിയൊരു കാര്യം അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ ഒരു ഓവർവ്യൂ തരികയാണ്. 2010 കഴിഞ്ഞ ഒരു 5 വർഷത്തെ വളർച്ചയെ പറ്റി മാത്രം നമുക്കൊന്ന് ആലോചിക്കാം. ഞാൻ ഇത് ബേസിക്കലി ഇന്റർനാഷണൽ ആയതുകൊണ്ടാണ് ഇത് ഡോളറിൽ വരുന്നത്. ഈ ഡോളറിൽ വരുന്ന അതവിടെ ക്ലിപ്പും കമ്മലൊക്കെ തൂക്കണോലേക്ക് തോന്നല്ലോ അല്ലേ? അല്ലേ ക്ലിപ്പൊക്കെ അവിടെ കിടപ്പുണ്ടല്ലോ അല്ലേ? ഹലോ അഡ്മിൻ ഒന്ന് നിങ്ങളെ മ്യൂട്ട് ഓൾ ചെയ്യൂ, എന്നിട്ട് പെർമിഷൻ ആവശ്യമുള്ളവർക്ക് മാത്രം കൊടുക്കും. പലരും അറിയാതെ മൊബൈലിന്റെ ഇത് ഓണാക്കാണ്. മ്യൂട്ട് ഓൾ കൊടുത്തിട്ട് അത് ആൾക്കാർക്ക് സ്വയം അൺമ്യൂട്ട് ചെയ്യാതെ നിങ്ങൾ പെർമിഷൻ കൊടുക്കുക മാത്രം അൺമ്യൂട്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് വെക്കും. Can I continue? കണ്ടിന്യൂ സർ. സോ നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ബിറ്റ്കോയിന്റെ ഒരു കാര്യം ബിറ്റ്കോയിന്റെ കഴിഞ്ഞ ഒരു 5 വർഷത്തെ വളർച്ച നമുക്ക് നോക്കാം. 2019 ബിറ്റ്കോയിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം $7,200. ഇതൊരു ഇന്റർനാഷണൽ കമ്മോഡിറ്റി ആയതുകൊണ്ടാണ് ഞാൻ ഡോളർ എന്ന് പറയുന്നത്. 2024 ഡിസംബർ ആയപ്പോൾ അതിന്റെ വില $1,00,000 ആയി. ഒന്ന് ആലോചിച്ച് നോക്കൂ, $7,200 ഒരാൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ, നമുക്ക് ഇതിന്റെ വെറുതെ രൂപയിലൊക്കെ കണക്കാക്കാം. 7,200 രൂപ മുടക്കിയിരുന്നെങ്കിൽ ആ 7,200 രൂപ വെറും 5 വർഷം കൊണ്ട് 1,00,000 രൂപയായി മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ ആ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ പലരും ചോദിക്കും, അങ്ങനെയാണെങ്കിൽ 1,00,000 രൂപയ്ക്ക് മേടിച്ചാൽ താഴേക്ക് പോകാൻ സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് 2014 അല്ലെങ്കിൽ 2021 കണക്ക് നോക്കുകയാണെങ്കിൽ 2021-22 കാലഘട്ടത്തിനുള്ള 21-22 കാലഘട്ടത്തിനുള്ളിൽ ബിറ്റ്കോയിന്റെ വില $67,000 വരെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം മാർക്കറ്റ് 1,00,000 മുകളിൽ പോയിട്ട് താഴേക്ക് താണിട്ടും $80,000 താഴേക്ക് പോകുന്നില്ല. അപ്പോഴും 67,000 മേടിച്ച ആൾക്ക് ഒരു 4 വർഷത്തെ പീരീഡ് നോക്കുമ്പോൾ അയാൾക്ക് അപ്പോഴും പ്രോഫിറ്റ് ആണ്. ഇതിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 ഇയർ പീരീഡിൽ എപ്പോഴും ആളുകൾ പ്രോഫിറ്റിൽ വരുന്ന ഒരു മേഖലയാണ് ഈ ക്രിപ്റ്റോ കറൻസീസ് എന്ന് പറയുന്നത്. ആ എപ്പോഴും ഏതൊരു കാലഘട്ടത്തിൽ എടുത്തു കഴിഞ്ഞാലും 4 വർഷം കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഏത് സമയത്തും മാർക്കറ്റ് മേപ്പോട്ട് പോയാലും ആ മാർക്കറ്റ് താഴോട്ട് വരികയും ചെയ്യും, താഴോട്ട് വന്നാൽ ആ മാർക്കറ്റ് മേപ്പോട്ട് പോവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് ആലോചിക്കുക. നമുക്ക് താഴെ വരുമ്പോൾ മേടിക്കാനും മുകളിൽ വരുമ്പോൾ വിൽക്കാനുമുള്ള സാധ്യതകൾ ഒരുപാട് പ്രാവശ്യം നമ്മൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനിയും ഇത്തേറിയം എന്ന് പറയുന്ന മറ്റൊരു ക്രിപ്റ്റോ കറൻസിയുടെ പ്രോമിനന്റ് ആയിട്ട് ക്രിപ്റ്റോ കറൻസി ഇത്തേറിയം 2019 ഒരു $130 ഉണ്ടായിരുന്നത് 2024 $2,900 ആയി. അതായത് $130 3,000 രൂപയായി എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. XRP 2019 വെറും 19 സെന്റ് ഉണ്ടായിരുന്നത് 2024 $2.38 ആയി മാറി. അതായത് 19 പൈസ ഉണ്ടായിരുന്ന സാധനം $2.38 ഒന്ന് ആലോചിച്ച് നോക്കുക. 19 പൈസ ഉള്ള സമയത്ത് അല്ലെങ്കിൽ 20 പൈസ ഉള്ള സമയത്ത് നമുക്ക് 1,00,000 കോയിൻ മേടിക്കാൻ വരുന്ന ചെലവ് എത്രയാ? നിസ്സാര ചെലവേ വരുന്നുള്ളൂ. ആ സാധനം ആയി വരുന്ന സമയത്ത് 2.38 ആയാൽ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റർ എടുത്ത് കണക്കൂട്ടാ എന്തായിരിക്കും നമ്മുടെ അസറ്റിൽ വന്ന ഗ്രോത്ത് എന്നുള്ളത്. ലൈറ്റ് കോയിൻ $45 ഉണ്ടായിരുന്നത് $137. ഇതൊക്കെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. വെറും 5 വർഷത്തെ കാൽക്കുലേഷൻ പറയണത്. ഇതിനൊക്കെ 10 വർഷത്തേക്ക് കാൽക്കുലേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വളർച്ചയാണ് ഈ മേഖലകളിലൊക്കെ ഉണ്ടാവുന്നത്. അപ്പം എല്ലാ പുതിയ പുതിയ പ്രൊജക്ടുകൾ വരുന്നു, പുതിയ പുതിയ കോയിനുകൾ വരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെയർ മാർക്കറ്റ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ രീതിയിലേക്ക് പ്രൊജക്ട് ബേസ്ഡ് ആയിട്ടുള്ള കോയിനുകൾ വരുന്ന രീതിയിലേക്ക് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ അത് ട്രേഡ് ചെയ്യാനുള്ള മാർക്കറ്റും വന്നുകൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ ഈ ക്രിപ്റ്റോ കറൻസിയിലേക്ക് ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഒന്നാമത്തെ കാര്യം, നമ്മൾ ഏതൊരു മേഖലയിൽ ട്രേഡ് ചെയ്യുമ്പോഴും 2 രീതിയിലുള്ള അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഫണ്ടമെന്റൽ ആയിട്ടുള്ള അനാലിസിസ്. എന്താണ് ഫണ്ടമെന്റൽ അനാലിസിസ്?
ഇവാലുവേറ്റിംഗ് ദ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ക്രിപ്റ്റോ കറൻസി. ഈ ഒരു കോയിൻ നമ്മൾ കേട്ടു. നമ്മൾ ഉടനെ പലപ്പോഴും ആളുകൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ സ്കാം ഉണ്ടാവുന്ന ക്രിപ്റ്റോ കറൻസിയിലെ ഈ സാധ്യത കാണിച്ചുകൊണ്ട് ആളുകളെ കൊണ്ട് ഏതെങ്കിലുമൊക്കെ കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്ത് നാളെ ഈ കോയിൻ ബിറ്റ് കോയിൻ കണ്ടില്ലേ ഭയങ്കരമായിട്ട് വളർന്നു, അതേമാതിരി ഈ കോയിൻ ഭയങ്കരമായിട്ട് വളരും എന്നൊക്കെ പറഞ്ഞ ആളുകളെ കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതികൾ നമ്മൾ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അവിടെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ അനലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് അങ്ങനെയുള്ള അബദ്ധം പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫണ്ടമെന്റൽ ആയിട്ട് എങ്ങനെയാണ് നമ്മളൊരു കോയിനെ അനലൈസ് ചെയ്യുക, ആ കോയിന് എന്തുകൊണ്ടാണ് ആ കോയിൻ ഉണ്ടായത്, എങ്ങനെ ആ കോയിന് വില കൂടും എന്നുള്ളതിനൊക്കെ ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ ഒരു ഷെയർ മാർക്കറ്റ് എടുക്കുകയാണ്. ഒരു ഷെയർ മാർക്കറ്റിൽ ഒരു കമ്പനി, ആ ഒരു കമ്പനിയുടെ ഷെയറുകൾ നമ്മൾ എന്തിനു മേടിച്ചു വെക്കണം, എന്തിനു മേടിച്ചു ആ കമ്പനി എന്തൊക്കെയാണ് പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്, ഇതിന് ഭാവിയിലേക്ക് എന്തൊക്കെ സാധ്യതയുണ്ട്, അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ ഇതിന് എത്രത്തോളം ലിവറേജ് ചെയ്യാൻ സാധിക്കും, അങ്ങനെ ലിവറേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ബിസിനസ് എത്രത്തോളം മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ ചെയ്യുന്ന സാധ്യതയുള്ള ഒരു കമ്പനിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് അതിന്റെ ലാഭവിഹിതം കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് കൂടുതൽ ലാഭവിഹിതം കിട്ടുന്ന ഒരു ഷെയർ ആണെന്നുണ്ടെങ്കിൽ ആ ഷെയർ മേടിക്കാൻ മറ്റൊരാൾ ആ ഷെയർ മേടിക്കാൻ തയ്യാറാവും. അപ്പൊ എന്റെ ലാഭവിഹിതം കിട്ടുന്നതിന്റെ ഒപ്പം തന്നെ എന്റെ ഷെയറിന്റെ വാല്യൂ വർദ്ധിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള മെത്തേഡുകൾ നോക്കിക്കൊണ്ടാണ് നമ്മൾ എസ്പെഷ്യലി മറ്റേ ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ തന്നെ ക്രിപ്റ്റോ കറൻസീസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ആരാണ് ഈ ക്രിപ്റ്റോ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, എന്താണ് അവരുടെ പ്രോജക്റ്റ്, ആരൊക്കെയാണ് അതിന്റെ പുറകിലുള്ളത്, എന്തൊക്കെ യൂസിന് വേണ്ടിയിട്ടാണ് ഈ ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്യുന്നത്, വേൾഡിൽ ഇതിനെ കൊണ്ടുള്ള ആപ്ലിക്കേഷൻ എന്താണ്, ആരൊക്കെ ഇത് മേടിച്ചു വയ്ക്കാൻ സാധ്യതയുണ്ട്, മാർക്കറ്റിൽ എന്തിനിത് ഡിമാൻഡ് വരണം, എത്ര പൊട്ടൻഷ്യൽ യൂസേഴ്സ് ഇതിന് വരാൻ സാധ്യതയുണ്ട്, ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ എത്രത്തോളം ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഫണ്ടമെന്റൽ അനാലിസിസ്. അത്തരത്തിൽ അനലൈസ് ചെയ്യുന്ന കോയിനുകളെ സംബന്ധിച്ചിടത്തോളം അതിന് മറ്റൊരു കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടാവും. അത് ഓൾറെഡി മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത കോയിൻസ്, പുതിയ കോയിനുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് നമുക്ക് ഏറ്റവും ഈസി ട്രേഡ് ചെയ്യാനും അല്ലെങ്കിൽ മനസമാധാനത്തോട് ചെയ്യാനും ഏറ്റവും നല്ലത് മാർക്കറ്റ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കോയിൻസ് ആണ്. അപ്പൊ എന്തുണ്ടാവും, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ടാവും, മാർക്കറ്റിൽ ആ സാധനം മേടിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് മേടിക്കാനുള്ള ആൾക്കാരും മേടിക്കാനുള്ള ആൾക്കാരുമായിട്ട് മാർക്കറ്റിൽ വോളിയം ഉണ്ടായിരിക്കും. ആ വോളിയം ഉള്ള കോയിനുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത് ട്രേഡ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. കാര്യം അതിന് നല്ല ഫ്ലക്ച്വേഷൻസ്, മേപ്പോട്ടും താഴോട്ടുള്ള ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ മേടിക്കുന്ന സമയത്ത് അതിന്റെ വില കൂടും, ആളുകൾ കൂടുതൽ വിൽക്കുന്ന സമയത്ത് അതിന്റെ വില കുറയും. ആ സാധനത്തിന് ആവശ്യമുള്ള സാധനമാണ്, ഡിമാൻഡുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ വില കുറഞ്ഞാൽ വീണ്ടും ആൾക്കാർ മേടിക്കും, വീണ്ടും ആൾക്കാർ മേടിക്കുമ്പോൾ വീണ്ടും വില കൂടും, വില കൂടുന്ന സമയത്ത് ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, വീണ്ടും അത് വില കുറയും. ഇങ്ങനെ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ നടന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ കോയിനുകളിലാണ് നമുക്ക് എപ്പോഴും പൈസ ഉണ്ടാക്കാൻ സാധിക്കുക, ട്രേഡ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുക. അപ്പൊ എന്തുണ്ടാവണം, നമ്മൾ കോയിൻ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ അതിന്റെ ടോട്ടൽ സപ്ലൈ, എത്ര സപ്ലൈ ഉണ്ട്, ആ സപ്ലൈയിൽ മാർക്കറ്റിലേക്ക് എത്ര സപ്ലൈ പോയിട്ടുണ്ട്, അത് ഉണ്ടാക്കിയ ആളുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ സാധനം ഇരിക്കണമെന്നുണ്ടെങ്കിൽ നാളെ ഒരു കാലത്ത് ഇത് വില കൂടിക്കഴിഞ്ഞാൽ അവൻ ഉള്ളതെല്ലാം കൂടി വിറ്റിട്ട് ആ മാർക്കറ്റിൽ കൊണ്ടിട്ട് ഏറ്റവും കുറഞ്ഞ വിലക്കാണെങ്കിൽ വിറ്റിട്ട് അവനെടുത്തിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ മാർക്കറ്റിൽ സപ്ലൈ ആയിട്ടുള്ള അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് സപ്ലൈ കൂടുതലുള്ള കോയിൻസിലായിരിക്കും നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോയിൻസ് ആണ്. ഇത്തരത്തിൽ കോയിൻസിനെ അനലൈസ് ചെയ്യുന്ന രീതിക്കാണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കോയിനുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായ ഒരു ലാഭം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്നത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. എന്താണ് ടെക്നിക്കൽ അനാലിസിസ്? ടെക്നിക്കൽ അനലൈസിങ് ദ ചാർട്ടുകൾ അനലൈസ് ചെയ്യുക, വോളിയം അനലൈസ് ചെയ്യുക, പാറ്റേൺ അനലൈസ് ചെയ്യുക, ഇൻഡിക്കേറ്റേഴ്സ് അനലൈസ് ചെയ്യുക, ഇതിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. മൂവിങ് ആവറേജ്, അതായത് മാർക്കറ്റിന്റെ ട്രെൻഡ് നമ്മൾ എങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്, മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, മേപ്പോട്ടാണോ പോകുന്നത്, താഴോട്ടാണോ പോകുന്നത്, ആ ഒരു ഇതിന്റെ വോളിയത്തിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ട്രെങ്ത് ആണ്, റിലേറ്റീവ് സ്ട്രെങ്ത് ആണ്, അത് ഓവർ സോൾഡ് ആണോ അല്ലെങ്കിൽ ഓവർ ബോട്ട് ആണോ, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ വാങ്ങിയിരിക്കുന്ന അവസ്ഥയാണോ, കൂടുതൽ ആൾക്കാർ സെല്ല് ചെയ്തിരിക്കുന്ന അവസ്ഥയാണോ, ഇത്തരത്തിലുള്ള റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, അല്ലെങ്കിൽ മൂവിങ് ആവറേജ്, കൺവേർജൻസ്, ഡൈവേർജൻസ്. മൂവിങ് ആവറേജിന്റെ നേരത്തെ ഞാൻ പറഞ്ഞ മൂവിങ് ആവറേജസ് ആദ്യം പറഞ്ഞു, അതിന്റെ കൺവേർജിങ്ങും ഡൈവേർജിങ്ങും ഇതിനെ അനലൈസ് ചെയ്തുകൊണ്ട് ട്രെൻഡിന്റെ സ്ട്രെങ്ത് നമുക്ക് അനലൈസ് ചെയ്യല്. സപ്പോർട്ടും റെസിസ്റ്റൻസ്, ഏതുവരെ താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്, ഏതുവരെ മേപ്പോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്യുക. ഈ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള എന്നുള്ളത്
പ്രീവിയസ് പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിനു മുമ്പ് ആ കോയിൻ എങ്ങനെയായിരുന്നോ പെർഫോം ചെയ്തിരുന്നത്, ഇന്ന വില എത്തിയിരുന്നപ്പോൾ, അതിന് വോളിയം ഇത്ര ഉണ്ടായിരുന്നപ്പോൾ, ഇത്ര ആളുകൾ ഉള്ളപ്പോൾ ആളുകൾ ഇത്ര ശതമാനം എടുത്തപ്പോഴാണ് ആളുകൾ കൂടുതൽ വിറ്റിരുന്നത്. അങ്ങനെ വരുമ്പോൾ അതിന്റെ പ്രോഫിറ്റ് ബുക്കിംഗ് ഇത്രയിലായിരിക്കും വരിക. അങ്ങനെ ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്താൽ മേടിച്ചു വെച്ച ആൾക്കാർ ഇത്രത്തോളം ആളുകൾ മേടിച്ചു വെച്ചിട്ടുണ്ട്, അവർ നഷ്ടത്തിൽ വിൽക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ഇതുവരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ വിൽക്കൽ നിർത്തും. അവിടെ കൂടുതൽ ആളുകൾ, പുതിയ ആളുകൾ വാങ്ങാൻ തുടങ്ങും. അപ്പൊ ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ സപ്പോർട്ട് ലെവലാണ്. അവിടെ നിന്ന് സാധനം വാങ്ങാൻ തുടങ്ങും, വീണ്ടും അതിന്റെ വില കയറാൻ തുടങ്ങും. ഈ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? നിലവിലുള്ള ആൾക്കാരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. അപ്പൊ ഹോൾഡ് ചെയ്ത് വീണ്ടും വിൽക്കാൻ തുടങ്ങും. അപ്പൊ വീണ്ടും താഴേക്ക് താഴും. അപ്പൊ അത് ഏതുവരെ താഴാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അടുത്ത സപ്പോർട്ട് ലെവൽ. അങ്ങനെ താഴോട്ട് ഏതുവരെ താഴും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സപ്പോർട്ടും അതേപോലെ റെസിസ്റ്റൻസ് മുകളിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ലെവൽ എത്തുമ്പോഴാണ് ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക? ഇന്ന ലെവലിൽ മേടിച്ച ആൾക്കാർ സൈക്കോളജിക്കലി ഇത്ര ശതമാനമായിരിക്കും ഒരു പ്രോഫിറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സും ഉണ്ടാവും, ട്രേഡേഴ്സും ഉണ്ടാവും. മാർക്കറ്റിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവുന്ന സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക എന്നുള്ളത് മനസ്സിലാക്കുന്നതിനെയാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതിനുപയോഗിക്കുന്ന പലതരം ടൂൾസും ഒക്കെയാണ്. ടൂൾസ്, പാറ്റേൺസ്, അങ്ങനത്തെ പല കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അത് അനലൈസ് ചെയ്യുന്നത്. ഇതിനെയാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ബിസിനസ്സിനകത്ത്, ട്രേഡിംഗ് ബിസിനസ്സിനകത്ത് എന്താ പറയുക, ട്രെൻഡ് ഈസ് അവർ ഫ്രണ്ട് എന്നാ പറയുക. നമ്മുടെ ആ മാർക്കറ്റിന്റെ ട്രെൻഡാണ് നമ്മുടെ ഫ്രണ്ട്. അപ്പൊ ട്രെൻഡിനെ അനലൈസ് ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിങ്ങിൽ കൂടി ഭയങ്കരമായിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. റിയൽ ആയിട്ടുള്ള ട്രെൻഡ് ബുള്ളിഷ് ട്രെൻഡ് ആണോ, ബിയറിഷ് ട്രെൻഡ് ആണോ? ബുള്ളിഷ് ആണ് ട്രെൻഡ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ധൈര്യമായിട്ട് മേടിച്ചു വെക്കാം. ഏതുവരെ പോകുന്ന ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പോകുന്നതിന്റെ ഏകദേശം കുറച്ച് വെച്ചിട്ട് നമുക്ക് സെല്ല് ചെയ്ത് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. നമ്മൾ ഒരു ട്രേഡിങ്ങിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ട്രേഡിംഗ് പോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം വേറെ ഇല്ല. അറിവും ഡിസിപ്ലിനുമാണ് ട്രേഡിങ്ങിന് വേണ്ട രണ്ട് സാധനങ്ങൾ. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ റിസ്ക് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൈസ പോകുന്നുള്ളതിന് ഒരു സംശയമില്ല. കാര്യം എന്താ വെച്ചാൽ കണ്ണും പൂട്ടിയിട്ട് കാറിൽ കയറി ഇരുന്നപ്പോൾ ഡ്രൈവിംഗ് അറിയാതെ കാറിനുള്ളിൽ കയറി സ്റ്റിയറിംഗ് ആക്സിലേറ്ററും അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? അവൻ എവിടെയെങ്കിലും പോയി ഇടിക്കും. അതേസമയം കൃത്യമായി ഡ്രൈവിംഗ് പഠിച്ചിട്ട് ലൈസൻസ് കൊടുത്തിട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിലോ ആക്സിഡന്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കുറച്ചുകൂടി സേഫ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് പഠിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ, ഏറ്റവും ഈസിയായി, ഏറ്റവും ഫാസ്റ്റായി നമുക്ക് വലിയ വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു മെത്തേഡാണ് ട്രേഡിംഗ്. അവിടെ നമ്മൾ സപ്പോർട്ട്സും അതേമാതിരി തന്നെ എന്താ പറയുക, റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് അതിൻ്റെ ഒപ്പം മാർക്കറ്റ് സെന്റിമെന്റ്സ് അനലൈസ് ചെയ്യണം. മാർക്കറ്റ് സെന്റിമെന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എപ്പോഴും സെന്റിമെന്റലി ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വന്നു. ഡൊണാൾഡ് ട്രംപ് വരുന്ന സമയത്ത് ഒരു ന്യൂസ് വന്നു, ഡൊണാൾഡ് ട്രംപ് കയറി കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിയെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും. ഇത് കേട്ട സമയം തന്നെ എന്തുണ്ടാവും? ആളുകളൊക്കെ കയറി അങ്ങ് മേടിച്ചു വെക്കും, കോയിനുകളൊക്കെ മേടിച്ചു വെക്കും. അപ്പൊ മാർക്കറ്റ് ബൂം എന്ന് പറഞ്ഞൊരു കയറൽ കയറും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിൽക്കും. ആ ഒരു ട്രെൻഡ് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുറെ ആൾക്കാർക്ക് മേടിച്ച് കഴിയുമ്പോൾ പിന്നെ വല്ല കുറെ ആൾക്കാർക്ക് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, അവരെല്ലാം വിൽക്കാൻ തുടങ്ങും. വീണ്ടും അത് ആ ഒരു ലെവലിലേക്ക് തന്നെ റീസെറ്റ് ചെയ്ത് വരും. ചില സമയത്ത് അയ്യോ ഗവൺമെന്റ് ഒക്കെ ഇതിനൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പോവാണെന്നൊരു മെസ്സേജ് വന്നു, ആരൊക്കെയോ പറഞ്ഞു കേൾക്കുന്നു. ആ മെസ്സേജുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി പോകുന്ന കേട്ട വഴിക്കും അയ്യോ എനിക്ക് കിട്ടിയ ലാഭത്തേക്ക് സാധനം നഷ്ടപ്പെടാന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ ഇത് വിറ്റ് അവസാനിപ്പിക്കുന്നു. അപ്പൊ മാർക്കറ്റ് നേരെ താഴേക്ക് ഒറ്റയടിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് താഴേക്ക് വരും. കുറച്ചു നേരം താഴേക്ക് വന്നു കഴിയുമ്പോൾ എന്തുണ്ടാവും? ഇത് വെറുതെ പറഞ്ഞാണെന്നൊക്കെ ഉള്ള റൂമറൊക്കെ ആവും. അപ്പൊ വിറ്റവനൊക്കെ കുറച്ച് വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് അവിടുന്ന് മേടിച്ചു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇതിന്റെ വില തിരിച്ച് പഴയ ലെവലിലേക്ക് തന്നെ എത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റിമെന്റ്സിനെ അനലൈസ് ചെയ്യാൻ മാർക്കറ്റിലെ ന്യൂസിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഇപ്പൊ മാർക്കറ്റ് ന്യൂസ് വരുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടേക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണ് കുറഞ്ഞ വിലയ്ക്ക് മേടിച്ചു വെക്കാൻ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മാർക്കറ്റിൽ സെന്റിമെന്റ്സിനെ ബേസ് ചെയ്ത് സെന്റിമെന്റ്സിന് നമ്മൾ പോവല്ല ചെയ്യുക. ആ സെന്റിമെന്റ്സിനെ അനലൈസ് ചെയ്തുകൊണ്ട് അതിന് ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പൊ ബുഷ് വരുന്നു, മാർക്കറ്റ് കയറുമ്പോൾ നമ്മൾ മേടിച്ചു വെക്കണം, റൈറ്റ്. അതേസമയം മാർക്കറ്റ് താഴോട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ വിറ്റിട്ടിട്ട് താഴെ പോയി മേടിക്കാൻ പ്രിപ്പയർ ചെയ്യണം. ആ മാർക്കറ്റ് താഴേക്ക് പോയി താഴെ പോയി മേടിക്കാൻ പ്രിപ്പയർ ചെയ്യണം. പിന്നെ നമ്മൾ എപ്പോഴും ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റ്മെന്റിന് എത്രയാണ് പ്രോഫിറ്റ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്തിരിക്കണം. ചിലപ്പോൾ അതിന്റെ മുകളിൽ ഭയങ്കരമായിട്ട് മാർക്കറ്റ് കയറി പോവാം. ആ സമയത്ത് അയ്യോ ഞാൻ ചെയ്തത് അബദ്ധമായില്ലോ, നഷ്ടമായില്ലോ, എനിക്ക് ഇവിടെ വിൽക്കേണ്ടിയിരുന്നില്ലല്ലോ, ഈ ചിന്തകൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല. കാര്യം മാർക്കറ്റ് ഇനി താഴേക്ക് വരും. എത്ര മുകളിലേക്ക് കയറി കഴിഞ്ഞാലും അത് വീണ്ടും താഴേക്ക് വരും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ടെൻഷൻ പിടിക്കേണ്ട കാര്യമില്ല. എത്ര താഴേക്ക് പോയാലും ആ മാർക്കറ്റ് തിരിച്ച് മേപ്പെട്ട് വരികയും ചെയ്യും. അപ്പൊ താഴോട്ട് പോരുമ്പോൾ
ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നല്ലൊരു ട്രേഡർ എന്നുള്ള രീതിയിൽ മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ നമ്മൾ ഹാപ്പി ആവുന്നു, മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, മാർക്കറ്റ് താഴേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, മുകളിലേക്ക് വരുന്നു. അപ്പൊ ആ ഒരു മാർക്കറ്റിനെ എപ്പോഴും യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ട്രേഡിങ്ങിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെവർ പുട്ട് ഓൾ ദി എഗ്സ് ഇൻ ടു വൺ ബാസ്ക്കറ്റ്. എല്ലാ മുട്ടയും കൂടെ ഒരൊറ്റ കൊട്ടയിൽ കൊണ്ടിടുന്നത്. നമ്മൾ എടുക്കുന്നത് എന്താ പറയുക, കിട്ടിയ വഴിക്ക് ഒരു കോയിൻ കേട്ടു, ആ ബിറ്റ് കോയിൻ കൊള്ളാം, എന്നാൽ എന്റെ കയ്യിലുള്ള പൈസ മുഴുവൻ ബിറ്റ് കോയിനിലാണ് കിടക്കട്ടെ. ബിറ്റ് കോയിൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് മേടിക്കാൻ പൈസ വേണ്ടേ? അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പൈസയുടെ ഒരു പോർഷൻ മാത്രം നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നു മാർക്കറ്റിൽ. അപ്പൊ നമുക്ക് തോന്നും, അയ്യോ ഞാനൊരു പോർഷൻ ഇട്ടു, മാർക്കറ്റ് മേപ്പെട്ടല്ലേ കയറിപ്പോയത്, എനിക്ക് അതിന് മാത്രമല്ലേ ലാഭം കിട്ടുക. മതി, അതിൽ ലാഭം കിട്ടിയല്ലോ. മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്യണ്ടേ? അതേസമയം മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പൊ ഉള്ള ഫണ്ടുകൾ മുഴുവൻ ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വെച്ച് പ്ലാൻഡ് ആയിട്ട് മാർക്കറ്റിനെ അനലൈസ് ചെയ്ത്, മാർക്കറ്റ് ഇതുവരെ പോയിട്ടുണ്ട്, ഇതുവരെയൊക്കെ വരാൻ സാധ്യതയുണ്ട്, അപ്പൊ ഈ ലെവലിൽ വരുമ്പോൾ എനിക്ക് മേടിക്കാൻ പൈസ വേണം, ഈ ലെവൽ വരികയാണെങ്കിൽ പൈസ മേടിക്കണം, വളരെ താഴേക്ക് വരികയാണെങ്കിൽ മേടിക്കാൻ വളരെയധികം നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. ഇതിനെയൊക്കെ മനസ്സിലാക്കി, മാർക്കറ്റിനെ മനസ്സിലാക്കി ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വളരെ രസകരമായി, വീണ്ടും വളരെ രസകരമായിട്ട് നമുക്ക് പൈസ ഉണ്ടാകാൻ പറ്റും. ഓൺ ചെയിൻ അനാലിസിസ്, ഈ ക്രിപ്റ്റോ കറൻസീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിയിൽ രഹസ്യങ്ങൾ എന്ന് പറയുന്നത് ഇല്ല. നമുക്ക് ഒരു രഹസ്യവും ക്രിപ്റ്റോ കറൻസിനകത്ത് ഇല്ല. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏത് കോയിൻ ആണെങ്കിലും എത്ര കോയിൻ ആളുകളുടെ വാലറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വാലറ്റും നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റും. ആരുടെ വാലറ്റ് വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യാം. അയാൾ എത്ര രൂപ അയാൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, എത്ര രൂപ മറ്റേ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇങ്ങോട്ട് പോയിട്ടുണ്ട്, എക്സ്ചേഞ്ചിലേക്ക് പോയിട്ടുണ്ട്, ഇതെല്ലാം അറിയാൻ സാധിക്കും. വെയിൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. വലിയ എമൗണ്ട് ഓഫ് കോയിൻസ് ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് അക്കൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറത്തെ ഒരു എക്സ്ചേഞ്ച് അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ അനലൈസ് ചെയ്യാനുള്ള വെബ്സൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. അത് കാരണം നമുക്കിതൊക്കെ അനലൈസ് ചെയ്ത് വളരെ ഈസി ആയിട്ടുള്ള കാര്യവും ഇതിനകത്തോടെ പണം ഉണ്ടാക്കിയാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡുമാണ് ക്രിപ്റ്റോ കറൻസീസിനകത്ത് ഏൺ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ഈ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അനാലിസിസ് നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള, നമുക്ക് വേണ്ട കുറച്ച് വെബ്സൈറ്റുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് coinmarketcap.com. നമുക്ക് ഫണ്ടമെന്റലായി കോയിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാൻ coinmarketcap.com-നകത്ത് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഒന്നാണ് CoinGecko. പിന്നെ Messari.io എന്ന് പറയുന്ന വേറൊരു സൈറ്റ് ഉണ്ട്, അതിനകത്തും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ടോക്കൺ ടെർമിനൽ എന്ന് .com എന്ന് പറയുന്ന ഒരു വേറൊരു ഒന്നുണ്ട്, അതിനകത്ത് നമുക്കറിയാം. ഡാപ്രഡാർ ഉണ്ട്. അതേമാതിരി ഡാപ്രഡാറിനകത്ത് ഡാപ്പുകളെ കുറിച്ച്, ഡീസെൻട്രലൈസ്ഡ് അപ്ലിക്കേഷൻസും അതിനകത്ത് എത്രത്തോളം ഫണ്ടുകൾ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും. ഡെഫിലാമ എന്ന് പറയുന്ന മറ്റൊരെണ്ണം ഉണ്ട്, അതിനകത്ത് നമുക്ക് ഓൺ ചെയിൻ അനാലിസിസ് പലതും നടത്താൻ നമുക്ക് സാധിക്കും. ഞാൻ അത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പോകണ്ട, നമുക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സാധനത്തിലേക്ക് പോകാം. coinmarketcap.com എന്ന് പറയുന്ന സൈറ്റ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമുക്ക് ബേസിക് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് coinmarketcap.com മാത്രം നോക്കുക. ഞാൻ ജസ്റ്റ് ആ വെബ്സൈറ്റിലേക്ക് ഒന്ന് കിടക്കാം. ഇന്ദ്രകുമാർ സർ, സ്ക്രീൻ കാണുന്നുണ്ടോ എന്റെ? കാണാം സർ, കാണാം. കോയിൻ മാർക്കറ്റ് ക്യാപ്പ് അല്ലേ കാണുന്നത്? അതെ അതെ അതെ. ഈ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. സോ നമ്മൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നമ്മൾ നോക്കിയപ്പോൾ ബിറ്റ് കോയിനെ സംബന്ധിച്ചുള്ള ഫണ്ടമെന്റൽസ് നമ്മൾ അറിയണം. ഈ ബിറ്റ് കോയിൻ എന്ന് പറയുന്നതിന്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഈ ബിറ്റ് കോയിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ് 1.66 ട്രില്യൺ ആണ് ഇതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അതായത് $1.66 ട്രില്യൺ ബിറ്റ് കോയിൻ ആണ് മാർക്കറ്റിനകത്ത് അതിന്റെ ക്യാപിറ്റൽ, ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 24 hours വോളിയം 23.14 ബില്യൺ ആണ് 24 മണിക്കൂറിൽ നടന്നിട്ടുള്ള വോളിയം എന്ന് പറയുന്നത്. ഇതിന്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 19.83 മില്യൺ ബിറ്റ് കോയിൻ ആണ് ഇതുവരെ ടോട്ടൽ ആയിട്ടുള്ള സപ്ലൈ ഉള്ളത്. ഈ മാക്സിമം സപ്ലൈ എന്ന് പറയുന്നത് 21 മില്യൺ ബിറ്റ് കോയിൻ ആണ്. 21 മില്യൺ ബിറ്റ് കോയിൻ ഉണ്ടെങ്കിൽ തന്നെയും, അതായത് 2.10 കോടി ബിറ്റ് കോയിൻ ആണ്.
പക്ഷെ ഇതുവരെയായിട്ടുള്ള പ്രൊഡക്ഷൻ ആയിട്ടുള്ളത് 1,93,98,30,000 ബിറ്റ്കോയിനെ ഇതുവരെ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഇനിയും മൈൻ ചെയ്ത് വരാൻ കിടക്കാണ്. ഇനിയും 2040 ആകുമ്പോഴേക്ക് അത് മൈനിങ് കഴിഞ്ഞ് പുറത്തേക്ക് വരുള്ളൂ. കഴിഞ്ഞ ട്രെയിനിങ് ക്ലാസ് ഞാൻ അതിന്റെ ഹാഫിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഹാഫിങ് വഴി ഓരോ സമയത്ത് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് റിവാർഡായിട്ട് മാത്രമാണ് ബിറ്റ്കോയിൻ കിട്ടുക. അങ്ങനെ 1,98,30,000 ബിറ്റ്കോയിൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ ഏറ്റവും നമ്മൾ നോക്കിയ ടോട്ടൽ സപ്ലൈ ഫുൾ ആയിട്ട് സർക്കുലേറ്റിംഗ് സപ്ലൈ ആണ്. അത് ആരുടെയും കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കുകയല്ല ചെയ്തിട്ടുള്ളത്, അത് മൊത്തം സർക്കുലേഷനിലേക്ക് വന്നിരിക്കുകയാണ്. സ്ക്രീൻ കാണുന്നില്ല കേട്ടോ സാറേ. സ്ക്രീൻ കാണുന്നില്ല ഇന്റർവേഴ്സൽ സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ല. അത് വന്നത് എന്നിട്ട് അത് ഓപ്പൺ ആയിട്ടില്ല. കാണുന്നുണ്ടോ? സ്ക്രീൻ ഷെയർ ആയിട്ടില്ല. ഓക്കെ. ഇപ്പൊ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് കാണാം. ഇപ്പൊ കാണുന്നില്ലേ? ഇവിടെയാണ് ഇതിനകത്ത് ടോട്ടൽ സപ്ലൈ നമുക്ക് കാണാം. ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ 19.83 മില്യൺ. മാക്സിമം സപ്ലൈ എന്ന് പറയുന്നത് 21 മില്യൺ. ഈ ടോട്ടൽ സപ്ലൈയുടെ ടോട്ടലും വന്നിട്ട് സർക്കുലേറ്റിംഗ് സപ്ലൈയിലേക്കുണ്ട്. എന്ന് വെച്ചാൽ ഇതല്ലേ ആരുടെയും കയ്യിലേക്കല്ല, ഇതെല്ലാം മൊത്തം മാർക്കറ്റിലാണ് ഇത് കിടക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്തോടെ നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെയാണ് നമുക്ക് ഇതിനകത്തെ ഫണ്ടമെന്റൽസ് മനസ്സിലാക്കാൻ സാധിക്കുക. എങ്ങനെയാണ് ഈ ഇതിനകത്ത് ഫണ്ടമെന്റൽ ആയിട്ട് ഈ കോയിൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കുറിച്ചുള്ള അറിയാം. ഈ പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. ബിറ്റ്കോയിൻ എന്താണ്, ബിറ്റ്കോയിൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ വൈറ്റ് പേപ്പർ, ബിറ്റ്കോയിന്റെ വൈറ്റ് പേപ്പർ എന്താണ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിനെപ്പറ്റി ബേസിക്കലായി പറയുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് അറിയാൻ സാധിക്കും. ഇതാണ് ഇതിന്റെ എക്സ്പ്ലോറർ. ഏത് എക്സ്പ്ലോററിൽ നോക്കിയാലാണ് നമുക്ക് ഇതിനകത്ത് ട്രാൻസാക്ഷൻ കാണുക. blockchain.info എന്ന് പറയുന്നതിനകത്ത് നോക്കിയാലാണ് ബിറ്റ്കോയിനകത്തെ ട്രാൻസാക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതൊക്കെ നമുക്ക് ഈ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇനി ഇപ്പൊ നമുക്ക് വേറൊരു കോയിന്, ഒരു എക്സാമ്പിളിന് വേറൊരു കോയിൻ എടുക്കാം. സൊലാന എന്ന് പറയുന്ന കോയിൻ. സൊലാന നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. സൊലാനയുടെ മുകളിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൊലാനയുടെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. സൊലാന ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് മാക്സിമം സപ്ലൈ ഇൻഫിനിറ്റ് ആണ്. അതിനങ്ങനെ എത്ര വേണമെങ്കിലും മൈൻ ചെയ്തെടുക്കാവുന്ന കോയിനാണ് സൊലാന. ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് ഇതുവരെയുള്ള സൊലാന 596.63 മില്യൺ സൊലാനയാണ് നിലവിൽ ടോട്ടൽ സപ്ലൈ ഉള്ളത്. അതിൽ സർക്കുലേഷനിൽ 510 ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 86 മില്യൺ സൊലാന കിടക്കുന്നത് അതിന്റെ ഡെവലപ്പേഴ്സിന്റെ കയ്യിൽ തന്നെയാണ് കിടക്കുന്നത്. ആ കോയിൻ ഡെവലപ്പ് ചെയ്ത ആൾക്കാരുടെ കയ്യിലാണ് ബാക്കിയുള്ള 86% കിടക്കുന്നത്. പക്ഷേ ഭൂരിപക്ഷവും കിടക്കുന്നത് എവിടെയാണ്? മാർക്കറ്റിലാണ്. അത് കാരണം ഒരു ഡെവലപ്പറെ കൊണ്ട് മാർക്കറ്റിനെ എന്താ പറയാ കൺട്രോൾ ചെയ്യാനൊന്നും സാധിക്കില്ല. കാരണം അവരുടെ കയ്യിലുള്ളത് വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. പക്ഷേ മാർക്കറ്റിലേക്ക് വളരെയധികം കൂടുതലും 510 മില്യനും കിടക്കുന്നത് മാർക്കറ്റിലാണ്. ഇനിയും വെബ്സൈറ്റ് അതിന്റെ വൈറ്റ് പേപ്പർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സൊലാനയുടെ ബെനിഫിറ്റ്സ്, എന്താണ് അതിന്റെ പ്രത്യേകത, അതിന്റെ പ്രോസസ്സിംഗ് സ്പീഡ് ഏറ്റവും ഹൈ ആണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രോസസ്സിംഗ് സ്പീഡുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ആണ് സൊലാനയുടെ ബ്ലോക്ക് ചെയിൻ. ആ ബ്ലോക്ക് ചെയിനകത്ത് ഒരുപാട് സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഉണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് ട്രാൻസാക്ട് ചെയ്യാവുന്ന എന്താ പറയുക സ്മാർട്ട് കോൺട്രാക്ട്സ് അതിനകത്ത് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് ആ കോയിനകത്തുള്ളത്. അതുകൊണ്ടാണ് ആ കോയിന്റെ വില കൂടാൻ സാധ്യതയുള്ളത്. കാര്യം ഡിമാൻഡ് വളരെയധികം കൂടും. ഒരുപാട് സ്മാർട്ട് കോൺട്രാക്ട് വരുമ്പോൾ ആ സ്മാർട്ട് കോൺട്രാക്റ്റുകൾക്കെല്ലാം ഈ സൊലാന ആവശ്യം വരും, ബേസ് കോയിൻ ആയിട്ടുള്ള സൊലാന ആവശ്യം വരും. അപ്പൊ അതിന്റെ പ്രൊജക്റ്റുകൾ വളരെ ഫാസ്റ്റ് ആയത് കാരണം ഫാസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷന് വേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ വില കൂടാൻ സാധ്യതയുണ്ട്. ലോങ് ടേമിൽ വില കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ടെക്നിക്കലായിട്ട് അനലൈസ് ചെയ്യാം. ഇപ്പൊ ഏത് വിലയ്ക്കാൻ നിൽക്കുന്നത്, മാർക്കറ്റിലെ വോളിയം എത്രത്തോളം വോളിയം ഉണ്ട്, ആ വോളിയത്തിനെ ബേസ് ചെയ്തുകൊണ്ട് എത്ര വരെ കയറാൻ സാധിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും ടൂൾസും ഉപയോഗിച്ചുകൊണ്ടുള്ള ടെക്നിക്കൽ അനാലിസിസ്, ഈ ബേസിക് ആയിട്ടുള്ള അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ് കഴിഞ്ഞാൽ ടെക്നിക്കൽ അനാലിസിസും വെച്ചുകൊണ്ട് നമുക്ക് സോളിന്റെ അല്ലെങ്കിൽ ആ കോയിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതി അല്ലെങ്കിൽ ട്രേഡർ എന്നുള്ള രീതിയിൽ എന്റെ ഒരു പേഴ്സണൽ സജഷൻ ഞാൻ പറയുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം കോയിൻസ് ഒന്നും സെലക്ട് ചെയ്യാതെ വളരെ നല്ല കുറച്ച് അത്യാവശ്യം വോളറ്റാലിറ്റി ഉള്ള ഒരു 2-3 കോയിൻ സെലക്ട് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള ഫണ്ടിനനുസരിച്ച്, നമ്മുടെ അടുത്ത് ചെറിയ ഫണ്ട് ഉള്ളെങ്കിൽ ഒരു കോയിനിൽ തന്നെ പോയാൽ മതി. കുറച്ച് കൂടുതൽ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കോയിനുകളിലേക്ക് നമുക്ക് പോകാം. 2-3 കോയിനുകളിലേക്ക് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. എപ്പോഴും ട്രേഡ് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്ന ഒരു കോയിനിൽ ഫോക്കസ് ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ കോയിനെ പറ്റി മാത്രം പഠിച്ചാൽ മതിയാവും, ആ കോയിന്റെ മാത്രം ഫണ്ടമെന്റൽസ് നോക്കിയാൽ മതിയാവും, ആ കോയിന്റെ മാത്രം ടെക്നിക്കൽസ് നോക്കിയാൽ മതിയാവും. അപ്പൊ അതിനെ നോക്കിക്കൊണ്ട് ആ കോയിനുകളുടെ റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്തെടുക്കലാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്. ആ ഒരു മെത്തേഡിനകത്തുകൂടി നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഇതേമാതിരിയാണ് ബേസിക്കലി ഫണ്ടമെന്റൽസും ടെക്നിക്കൽസും നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട്
ട്രേഡ് ചെയ്യുന്നത്. സോ ഇനിയിപ്പോ ഇത് ഇത്രയും എന്റെ ഒരു തിയറി പാർട്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞെങ്കിൽ തന്നെ ഇത് ഏറ്റവും നമുക്ക് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനെ പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഇനി നമ്മൾ അതിന്റെ ഒരു പ്രാക്ടിക്കൽ